ഇവള് വരുന്നു എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത്? എന്തിനാ ഇവള് എനിക്കിപ്പം വരുന്നേ? ഇവക്ക് ഫിനാൻഷ്യൽസിലെ കാര്യങ്ങൾ നോക്കാൻ അറിയില്ലല്ലോ. വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ കണ്ണേട്ടാ കൂടെ. അവൾക്ക് എന്തെങ്കിലും നോക്കാൻ അറിയായിരുന്നോ? അവള് ബികോം ആയിരുന്നില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തു. ഇവള് BSc ബയോളജി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവിടുത്തെ പണി പെട്ടെന്നൊന്നും പഠിച്ചെടുക്കില്ല. എന്തായാലും BSc ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. കണ്ണേട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അപ്പച്ചി. കണ്ണേട്ടൻ പോവണ്ടെന്ന് പറഞ്ഞ ഞാൻ പോവില്ല. അപ്പോഴേ കണ്ണേട്ടൻ കൈ കഴുകിയിട്ട് വാ, നമുക്ക് കഴിക്കാനിരിക്കാം. ഞാൻ വേഷം മാറിയിട്ട് വരാം. ഇനിയിപ്പൊ കഴിച്ചിട്ട് വേഷം മാറാം. മോള് വിളിച്ചതല്ലേ, ചെല്ല്. കണ്ണേട്ടൻ വാ. എന്തൊരു സ്നേഹം! ഈ 3 പേരിൽ ആർക്കാണ് സ്വാർത്ഥത കൂടുതലെന്ന് അളക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങടുക്ക് കരുണയിരിക്കേ. മോൾ ഈ കറികളൊക്കെ എടുത്തൊന്ന് വിളമ്പി കൊടുക്കുമോളെ. പറയണ്ട അപ്പച്ചി, എനിക്കറിയാം. അതെ, ഇന്ന് എല്ലാ കറികളും മോളുണ്ടാക്കിയതാ. അതെ അതെ, അമ്മയെ ഞാനൊക്കെ സഹായിച്ചെന്നേ ഉള്ളൂ. ഓ, കരുണയെ സഹായിക്കാൻ തുടങ്ങിയോ? അതെ, മോളും പാചകമൊക്കെ പഠിച്ചോണ്ടിരിക്കുക. സ്വാതി വന്നതോടെ മോൾക്ക് ഉത്സാഹം കൂടി, അല്ലേ മോളെ? അതെ അതെ, വലിയൊരു പാചകക്കാരി പടിയിറങ്ങി പോയല്ലോ കണ്ണേട്ട. അതുകൊണ്ടിനി അവളുടെ കുറവൊന്നും കണ്ണേട്ടന് അറിയാൻ പാടില്ല. അങ്ങനൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഞാനും പാചകം പഠിച്ചു തുടങ്ങിയിരിക്കുക. അത് നല്ലതാ. കരുണയ്ക്ക് നേരത്തെ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിനോടായിരുന്നു താല്പര്യം കൂടുതലാ. എന്റെ കാര്യം മറിച്ചാ. ഞാൻ ഗത്യന്തരം ഇല്ലെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കൂ. അതെനിക്കറിയാലോ. കഴിക്ക് കണ്ണേട്ടാ, കഴിച്ചിട്ട് അഭിപ്രായം പറ. നീ ഇരിക്കേ. കണ്ണേട്ടൻ കഴിച്ചിട്ട് ഞാൻ ഇരുന്നോളാം. അങ്ങനെ ഇവിടെ ആരും വിളമ്പുകാരാവാറില്ല. അമ്മ ഭക്ഷണം വിളമ്പി തരാറുണ്ട്. എന്നുവെച്ച് അമ്മ മാറി നിൽക്കാറൊന്നുമില്ല. നീ ഇരിക്കേ. ഇരിക്കും മോളെ. മോളെ എങ്ങനെയുണ്ട് കണ്ണ? നന്നായിട്ടുണ്ട്. ഇതൊക്കെ എന്റെ രണ്ടാനമ്മ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ പറയുന്നത് ഞാൻ മൊത്തത്തിൽ വിഴുങ്ങിയെന്ന് നീയൊക്കെ കരുതിക്കോ. മോനെ, കണ്ടവന്റെ തോളി തൂങ്ങി നടക്കുന്ന അവളുടെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? അവളുടെ കാര്യം എന്തിനാ അമ്മേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കണ്ണേട്ടനെ ഓർമ്മിപ്പിക്കുന്നേ? അതെ, അത് അടഞ്ഞ അധ്യായം. ഇനി അയാളെ പറ്റി ഒരക്ഷരം ഇവിടെ ആരും പറയാൻ പാടില്ല. എന്നാലുവേ ഇത്രയും വിഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ അവള് നിന്നെ അടക്കി പിടിച്ചിരുന്നത് മോനെ. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ അതൊക്കെ. ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ആരിൽ നിന്നും എനിക്ക് നന്ദി കിട്ടിയിട്ടില്ല. മോനെ, അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ തമ്മിൽ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതിനു മുൻപേ എന്തൊരു ഒത്തൊരുമയോടെയാ നമ്മളൊക്കെ കഴിഞ്ഞിരുന്നത്. അതെ അതെ, അവര് വന്നതിന് ശേഷം ഇങ്ങോട്ട് വരാനേ തോന്നിയിട്ടില്ല. സ്വാതിക്കറിയല്ലോ, അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാ ഞാൻ പോലും മടങ്ങി വന്നത്. പോയതിനേക്കാൾ സ്പീഡിൽ എന്റെ ഭാര്യ മടങ്ങി വരുവോടി. അതുകൊണ്ട് വന്നതിനേക്കാൾ സ്പീഡിൽ നിനക്കൊക്കെ ഓടേണ്ടിയും വരും.